നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ ആക്രമണത്തിൽ വിറച്ച് ഇറാൻ കോട്ടകൾ. തിരിച്ചടിക്കിറങ്ങിയ ഇറാൻ കൈവിട്ട കളി കളിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് പുറത്ത്. അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി റഷ്യയിലേക്ക് വിളിച്ച് പുടിനുമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നുവെന്നും ആയുധങ്ങൾ വേണമെന്നുമാണ് ഖമനേയി ആവശ്യപ്പെട്ടത് എന്നാണ് സൂചനകൾ. ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ചോദിച്ചു എന്ന വിവരം പുറത്തുവന്നതോടെ ഇറാഖ്, സൗദി, സിറിയ, ജോർദാൻ മേഖലകളിലെ US സൈനിക താവളങ്ങൾ ഒരാക്രമണം പ്രതീക്ഷിച്ച് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇസ്രയേലിനെ സഹായിക്കാൻ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സൈനികരുടെ ശവങ്ങൾ നിറഞ്ഞ കപ്പലുകൾ തീരത്തടിയുന്നത് കാണേണ്ടി വരും എന്നാണ് ഇറാന്റെ കൊലവിളി. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് IRGC നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സൈനിക മേഖല ആക്രമിക്കപ്പെട്ടാൽ ടെഹ്റാന്റെ തലയെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് മറുപടി കൊടുത്തു. ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതോടെയാണ് ഇറാന്റെ പക്കലും ഈ മാരക ബോംബുകൾ എത്തിയെന്ന് US ബോധ്യപ്പെട്ടത്. കാരണം അമേരിക്കയുടെയും റഷ്യയുടെയും പക്കൽ മാത്രമാണ് ഇത്തരം ബോംബുകൾ ഉള്ളത്. റഷ്യയിൽ നിന്ന് ഏതൊക്കെ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിയെന്ന് ഇസ്രയേലും ആശങ്കയിലായിരുന്നു. ആയുധങ്ങളും ബോംബുകളും കൊടുത്ത് ഇറാന്റെ ആയുധപ്പുര നിറച്ചിട്ടുണ്ട് റഷ്യ. യുക്രൈൻ ആക്രമിക്കാൻ റഷ്യയ്ക്ക് അതിമാരക മിസൈലുകൾ നൽകി സഹായിച്ചത് ഇറാനാണ്. അതിന്റെ പ്രത്യുപകാരം റഷ്യ ക്ലസ്റ്റർ ബോംബുകൾ കൊടുത്താണ് കാണിച്ചിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചു പണിയാൻ ഇറാൻ ഏറ്റവും എളുപ്പം US സൈനിക കേന്ദ്രങ്ങളായതുകൊണ്ട് ഏതു നിമിഷവും അത് സംഭവിക്കാം. ഈ ഘട്ടത്തിൽ റഷ്യയും കൂടി കളത്തിലിറങ്ങുമോ എന്ന വലിയ ഭീതിയിൽ ലോകവും. ക്ലസ്റ്റർ ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ പ്രയോഗിച്ചാൽ സർവനാശത്തിനിറങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ക്ലസ്റ്റർ ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ പ്രയോഗിച്ചാൽ സർവനാശത്തിനിറങ്ങും ഡൊണാൾഡ് ട്രംപ്. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ഇത്. ക്ലസ്റ്റർ ബോംബുകൾ ഇത് ഘടിപ്പിക്കാനുള്ള മിസൈലുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതിൽ ഇറാനും ഇസ്രയേലും പങ്കു ചേർന്നിരുന്നില്ല. അമേരിക്ക ഇപ്പോൾ സംശയിക്കുന്നത് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ടോ അതോ റഷ്യയിൽ നിന്ന് വന്നതാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പല ആയുധ നിർമ്മാണങ്ങളിലും ഇറാനൊപ്പം റഷ്യ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആണവ പരീക്ഷണങ്ങളിലും റഷ്യയുടെ സഹായം പൂർണ്ണമായും ഇറാന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണത്തിലും റഷ്യയുടെ സഹായം ഇറാന് കിട്ടിയിട്ടുണ്ടോ അതോ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്ലസ്റ്റർ ബോംബുകൾ ഇറാനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. മിസൈലുകളിൽ പോർമുനയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഉം 100ഉം ബോംബുകളായി ഇത് മാറും. ഇത് വൻ വിനാശകാരിയായ ഒരു ബോംബാണ്. ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ എന്നത് വായുവിലൂടെയോ നിലത്തു നിന്നോ വിക്ഷേപിക്കാവുന്ന ഒരുതരം സ്ഫോടക വസ്തുവാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഒരു പ്രദേശത്ത് പതിച്ചാൽ നിരവധി ചെറിയ ബോംബുകൾ പുറത്തേക്ക് വിടുന്നതിനാൽ ആക്രമണങ്ങളിലും അതിനുശേഷവും സിവിലിയൻസിന് ഇത് വലിയ അപകടമുണ്ടാക്കും. അസ്ഥികളിലൂടെ തുളഞ്ഞു കയറും ഇതിന്റെ ചീളുകൾ. ക്ലസ്റ്റർ ബോംബിൽ ഒരു ഷെല്ലും അതിൽ അടങ്ങിയിരിക്കുന്ന 2 മുതൽ 2000-ലധികം സബ്മ്യൂണിഷനുകളും ബോംബറ്റുകളും അടങ്ങിയിരിക്കുന്നു. ആധുനിക ക്ലസ്റ്റർ ബോംബുകളും സബ്മ്യൂണിഷൻ ഡിസ്പെൻസറുകളും ആന്റി ആർമർ, ആന്റി പേഴ്സണൽ, ആന്റി മെറ്റീരിയൽ യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ സംയോജനം ഉൾക്കൊള്ളുന്ന മൾട്ടിപർപ്പസ് ആയുധങ്ങളാണ്. അമേരിക്കൻ സൈനികർക്ക് നേരെ രാസായുധ പ്രയോഗമാകും ഇറാൻ പയറ്റാൻ പോകുന്നത് എന്ന് ഇപ്പോൾ തന്നെ രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്. CIA കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഉറപ്പിച്ചുള്ള തീരുമാനം അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നതും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നതും. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾക്ക് നേരെ അതിമാരകമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എന്തൊക്കെ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക വീക്ഷിക്കുന്നുമുണ്ട്. അമേരിക്കൻ കപ്പലുകൾ കടലിൽ മുക്കാൻ ഹൂതികളും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് 3 രാജ്യങ്ങളുടെയും നിർദ്ദേശം അമേരിക്ക തള്ളിയതിനാൽ ഈ രാജ്യങ്ങൾ സംഘർഷത്തിൽ ഇടപെടുമോ എന്ന് ലോകം ഭയപ്പെടുന്നുണ്ട്. റഷ്യയും ചൈനയും തമ്മിൽ നിരന്തരം ചർച്ചകൾ നടന്നു വരുന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്.
നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിലപാടെടുത്തിരിക്കുന്നത്. ഇറാനെ പിന്തുണച്ച് ഉത്തര കൊറിയ രംഗത്തേക്ക് വന്നത് ലോകരാജ്യങ്ങളെ അടപടലം ഞെട്ടിക്കുന്നു. വെളിവില്ലാത്ത കിം എന്ത് കാണിച്ചു കൂട്ടും എന്നുള്ള ആശങ്ക. പോരാത്തതിന് ആണവ രാജ്യവുമാണ് ഉത്തര കൊറിയ. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ക്യാൻസർ പോലുള്ള ഒന്നാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയാണെന്നുമാണ് ഉത്തര കൊറിയ ആരോപിക്കുന്നത്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായ ഉത്തര കൊറിയയുടെ പ്രസ്താവന ഇറാനുമായുള്ള അവരുടെ അടുത്ത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 1973 മുതൽ ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്കിരയാക്കപ്പെട്ട രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ചേരിക്കെതിരെ ലഭിക്കുന്ന ഒരവസരം ഉത്തര കൊറിയയും പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. റഷ്യയ്ക്കും ചൈനയ്ക്കും എല്ലാം ഒരു യുദ്ധത്തിൽ പങ്കുചേരുന്നതിന് മുൻപ് പല ഘടകങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾക്ക് പാലിക്കേണ്ടതുണ്ട്. എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും അടുത്ത സുഹൃത്തു കൂടിയായ ഉത്തര കൊറിയയ്ക്ക് അതിന്റെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനും ഇതൊന്നും തന്നെ ബാധകമല്ല. അവർ ഒന്നിനെയും വകവയ്ക്കില്ല. കിം ജോങ് ഉന്ന് എന്ത് തീരുമാനം എപ്പോൾ എടുക്കുമെന്ന് കിമ്മിന്റെ ഭാര്യയ്ക്ക് പോലും പറയാൻ കഴിയില്ല. മുൻകോപിയായ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ കുറച്ചൊരു ആശങ്കയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപും കാണുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് ലോകത്തെ ഞെട്ടിച്ച ചരിത്രം കിമ്മിനുണ്ട്. ഒടുവിൽ അമേരിക്കയിൽ നിന്നും ഓടിവന്ന് കിമ്മുമായി ചർച്ച നടത്തിയാണ് ട്രംപ് രോഷം തണുപ്പിച്ചിരുന്നത്. രണ്ടാം വട്ടവും ട്രംപ് അധികാരമേറ്റെടുത്തപ്പോൾ പറഞ്ഞിരുന്നത് കിം ജോങ് ഉന്ന് തന്റെ സുഹൃത്താണെന്നും അദ്ദേഹവുമായി സഹകരിച്ചു പോകാനാണ് താൽപര്യപ്പെടുന്നത് എന്നുമാണ്. നിരവധി ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയയാണ് ഇപ്പോൾ ഇറാനു വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നത്. അമേരിക്ക ഇസ്രയേലിനു വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ഉത്തര കൊറിയൻ പോർമുന വീണ്ടും അമേരിക്കയ്ക്ക് നേരെ തിരിയുമോ എന്നും ഒരാശങ്കയുണ്ട്. റഷ്യയുമായി സൈനിക കരാറുള്ള രാജ്യമായതിനാൽ ഉത്തര കൊറിയയ്ക്ക് നേരെ ആക്രമണം നടന്നാൽ അത് റഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി റഷ്യയ്ക്കും രംഗത്തിറങ്ങേണ്ടതായി വരും. അതുപോലെ തന്നെ ഉത്തര കൊറിയ ചൈനയുടെയും സഖ്യകക്ഷി ആയതിനാൽ ചൈനയ്ക്കും ആയുധമെടുക്കേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പുകളെ ഇവരെല്ലാം തന്നെ രംഗത്തേക്ക് ഇറങ്ങിയാൽ അവരെ എല്ലാവരെയും ഒരേ സമയം നേരിടേണ്ടി വരും. മേഖലയിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹം സജ്ജമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ ഏത് നിമിഷവും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ അതിശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമേരിക്ക. ഇറാൻ ഇപ്പോൾ അമേരിക്ക ഒടുക്കത്തെ താക്കീത് കൊടുത്തിരിക്കുന്നത് US കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാൽ പിന്നെ ഭൂപടത്തിൽ ഇറാൻ ഉണ്ടായിരിക്കില്ല എന്നാണ്. ഖമനേയി എവിടെയാണോ അവിടം തെരഞ്ഞു പിടിച്ചെത്തി തീർക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും ട്രംപ് നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിരോധത്തിന് എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക സമാധാനപരമായ ഇറാന്റെ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് UN ചാർട്ടർ, അന്താരാഷ്ട്ര നിയമം, NPT എന്നിവയുടെ ഗുരുതരമായ ലംഘനം നടത്തിയിരിക്കുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതുമാണ്. UN-ലെ ഓരോ അംഗവും അങ്ങേയറ്റം അപകടകരവും നിയമവിരുദ്ധവും കുറ്റകരവുമായ പെരുമാറ്റത്തെക്കുറിച്ച് ആശങ്കാകുലരാകണമെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. സ്വയം പ്രതിരോധത്തിനായി പ്രത്യാക്രമണത്തിന് എല്ലാ വഴികളും ഇറാൻ സ്വീകരിക്കുമെന്നും അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും അതിന്റെ വ്യവസ്ഥകളും അനുസരിച്ച് ഇറാൻ സ്വയം പ്രതിരോധം നടത്തും. ഇറാൻ അതിന്റെ പരമാധികാരം, താൽപര്യം, ജനങ്ങൾ എന്നിവയെ സംരക്ഷിക്കാൻ എല്ലാ വഴികളും തെരഞ്ഞെടുക്കുമെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇറാൻ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിച്ചുകൊള്ളൂ. ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയാതെ ഈ യുദ്ധത്തിൽ നിന്ന് മടങ്ങില്ല എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഈ യുദ്ധക്കളത്തിൽ ഉള്ളിടത്തോളം കാലം ഒപ്പമുണ്ടാകുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ തല വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.